ഇപ്പോൾ ഇവിടെ വല നിരീക്ഷകൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. 243-ാമത്തെ സാക്ഷി, കൂറുമാറിയ സാക്ഷി BJPയുടെ നേതാവാണെന്നറിയാം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സമുന്നതനായ നേതാവ് ഇന്ന് കേരളത്തിൽ നടത്തിയ ഒരു പ്രസ്താവനയുണ്ടല്ലോ, ആ പ്രസ്താവനയെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ആ പ്രസ്താവന എന്ന് പറയുന്നത് ഈ കേസിൽ അപ്പീൽ പോകാൻ ഇവിടുത്തെ പ്രോസിക്യൂഷന് വേറെ പണിയൊന്നുമില്ലേ എന്നുള്ളതാണ്. നിങ്ങൾ ആ വിഷയമാണ് ചർച്ച ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ ചർച്ച. കേരളത്തിലെ മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രസ്താവന നടത്തിയിട്ട് ആ പാർട്ടി പ്രതിനിധീകരിക്കുന്ന പ്രതിനിധി എന്നീ ചാനൽ ചർച്ചയിൽ വന്നിരുന്നുകൊണ്ട് എന്താ പറയുന്നത്? മനീഷ, നിങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നത് എന്താണ്? വളരെ സിമ്പിൾ ആണ്. എങ്ങനെ ഇത് പറയാൻ കഴിയുന്നത്? ഞാൻ ഇരയ്ക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരയ്ക്കെതിരെ വന്നിട്ടുള്ള, ഇരയ്ക്ക് പൂർണ്ണമായും നീതി ലഭിച്ചിട്ടില്ലാത്ത ഈ വിധിക്കെതിരെ നിങ്ങൾ അപ്പീൽ പോകരുത് എന്ന് പറയുന്ന ഒരു കോൺഗ്രസിന്റെ UDFന്റെ കൺവീനറുടെ പ്രതിനിധിയായി വന്നിരുന്നുകൊണ്ടാണ് മിഥുൻ ഇതിനകത്ത് ഒരു കാര്യമുള്ളത്. ഇതിന്റെ സാങ്കേതികത്വം നോക്കാം. അത് സാങ്കേതികം നോക്കിയാൽ സർക്കാരിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇതിൽ നൈതികമായ കുറേ കാര്യങ്ങളുണ്ട്. കോടതിക്ക് പുറത്ത് നമുക്ക് അനലൈസ് ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. 28 സാക്ഷികളാണ് കൂറുമാറിയത് എന്ന് വെച്ചാൽ ഇരയ്ക്ക് അനുകൂലമായി പൊതുസത്യങ്ങൾ പറഞ്ഞ ആളുകൾ പിന്നീട് അങ്ങനെ ഒരു സംഗതിയേ ഇല്ല എന്ന് പോയി കോടതിയിൽ പറഞ്ഞു. അവരെല്ലാം അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം സമ്മർദ്ദമാണ്. ആ സമ്മർദ്ദത്തിൽ ഘടകങ്ങളായി പലതും പ്രവർത്തിച്ചു. സൗഹൃദം പ്രവർത്തിച്ചു, സ്വാധീനം പ്രവർത്തിച്ചു, പണം പ്രവർത്തിച്ചു എന്നത് നിസ്തർക്കമായ സംഗതിയാണ്. 28 പേർ ഒറ്റയടിക്ക് കൂറുമാറുക എന്ന് വെച്ചാൽ ഈ കേസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ, വഴിമാറ്റാൻ ദിലീപിന്റെ വക്കീലും നല്ല പണിയെടുത്തിട്ടുണ്ട്. നിഷ്കളങ്കനായ എനിക്ക് നീതി കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് മാറി നിൽക്കുകയല്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ഈ കേസിനകത്ത് അട്ടിമറിയുടെ ഒരു ഘോഷയാത്ര തന്നെ നടത്തിയിട്ടുണ്ട് എന്നത് സുവ്യക്തമല്ലേ മിഥുൻ? നോക്കൂ നിഷാദ്, അങ്ങനെ നമ്മൾ പിൻ പോയിന്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാല് ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ കുറിച്ച് പല കാര്യങ്ങളും നമ്മൾ പുറത്തു കേട്ടിട്ടുണ്ടല്ലോ. ഈ പറഞ്ഞ ഇടയ്ക്കൊരു സായി ശങ്കർ എന്ന് പറഞ്ഞ ഒരു ഹാക്കറിനെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചു. ഈ ഹാക്കർ എല്ലാ ഡാറ്റയും അദ്ദേഹത്തിന്റെ ഐമാക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറഞ്ഞു. എന്നിട്ട് ഫോറൻസിക് പരിശോധന നടത്തിയപ്പോൾ അങ്ങനെ സംഭവമേ നടന്നിട്ടില്ല എന്ന് പറയുന്നു. പിന്നീട് സായി ശങ്കർ എന്ന് പറഞ്ഞു, എന്നെ പോലീസ് ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാണ്, നിനക്ക് രാമൻപിള്ള വേണോ അതോ നിന്റെ കുടുംബം വേണോ എന്ന്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ പല ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം സാക്ഷികൾ എന്തുകൊണ്ട് കൂറുമാറിയെന്ന് സാക്ഷികളോട് പോയി ചോദിക്കും. എനിക്കറിയില്ല. കാരണം ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ദിലീപിനെ ഇംപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരൊറ്റ കാര്യം പോലും ഇതിലില്ല. അതാണ് അതിന്റെ ഒരു എത്രത്തോളം തെളിവുകൾ നിരത്തിയെന്നാണ് അവർ പറഞ്ഞത്. പ്രോസിക്യൂഷൻ നിരത്തിയ തെളിവുകളാണോ നമുക്ക് ഇവിടെ മുന്നിലുള്ളത്? കോടതിയുടെ വിധി വന്നു കഴിഞ്ഞു. കോടതി വിധിയെയാണോ മാനിക്കേണ്ടത് അതോ പ്രോസിക്യൂഷൻ നേരത്തെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരാളെ എപ്പോഴും കുറ്റക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേണ്ടത്? ഇനി ഞാൻ ചോദിക്കട്ടെ, നാളെ നിങ്ങൾ അപ്പീലിന് പോവുകയാണ്, ഹൈക്കോടതി ഈ വിഷയത്തിൽ ദിലീപിന് അനുകൂലമായ ഒരു വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും അപ്പീലിന് പോയി കഴിഞ്ഞാൽ സുപ്രീം കോടതി ദിലീപിന് അനുകൂലമായ ഒരു വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ താങ്കൾ ദിലീപിനോട് മാപ്പ് ചോദിക്കും. പ്രോസിക്യൂഷൻ ഇതുവരെ എന്ത് ചെയ്തു എന്നത് പരിശോധിക്കാൻ നമ്മുടെ മുമ്പിൽ ആകെയുള്ള രേഖ എന്താണ്? കുറ്റപത്രമാണ്. ആ കുറ്റപത്രം നിങ്ങൾ ഒരു തവണയെങ്കിലും പ്രോസിക്യൂഷൻ ഈ കേസിൽ സമർപ്പിച്ചതിനെക്കുറിച്ച് വ്യക്തമാകും. ഇനി പ്രോസിക്യൂഷൻ ഇനി എന്ത് ചെയ്യും എന്നാണെങ്കിൽ പ്രോസിക്യൂഷൻ ഏതറ്റം വരെ അപ്പീൽ പോകാൻ കഴിയുമോ ആറ്റം വരെയും അപ്പീൽ പോകും എന്നുള്ളത് തീർത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അതിന്മേൽ ചർച്ച ചെയ്യുന്നതിൽ യാതൊരു നിയമ സംവിധാനത്തിൽ എന്താണ് ദിലീപിനോട് എത്ര വെറുപ്പ് എന്ന് ചോദിക്കേണ്ട ഒരു കാര്യമല്ലേ? ഇവിടെ ദിലീപിനെതിരെ വെറും സ്പെക്കുലേഷൻസും അതിജീവിതയെ വീണ്ടും വീണ്ടും അധിക്ഷേപിക്കുന്ന സമീപനം സ്വീകരിക്കുന്നവർ കേരളത്തിലെ രാഷ്ട്രീയ പ്രമുഖന്മാരായി UDF കൺവീനറുടെ രൂപത്തിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വിഷമമുണ്ടാവും. ഞങ്ങൾ സ്വാഭാവികമായും അതൊക്കെ ചോദ്യം ചെയ്യും. കേരളത്തിൽ സീരീസ് ഓഫ് ക്രൈം നടത്തിയ ഒരു MLA ഇപ്പോഴും ഞങ്ങൾക്ക് സ്വാഭാവികമായും ഈ വിഷയത്തിൽ പറയാനുള്ള നിങ്ങളോട് വ്യക്തമായ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ കോൺഗ്രസിന്റെ ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ? കോൺഗ്രസിന്റെ ആളുകൾ വളരെ ബാലിശമായിട്ടുള്ള ഒരാളുടെ അവസരത്തിൽ ഒരാൾ സംസാരിക്കും. പ്ലീസ്, ഒരാളുടെ അവസരത്തിൽ ഒരാൾ സംസാരിക്കാം. ശരി, ഞാൻ മനീഷ, മിഥുൻ പ്ലീസ്, ഞാൻ വിജയിലേക്ക് പോട്ടെ. വിജയ് ഇന്ദു ചൂടൻ, ഇത് നോക്കൂ. വിജയ് ഇന്ദു ചൂടൻ, ഇതൊരു പ്ലീസ്. വിജയ് ഇതിനകത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു വിജയ് ഇന്ദു ചൂടൻ, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് വിജയ്, ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സ്ട്രോങ് പ്രൊട്ടസ്റ്റ് ഇല്ലാത്തത്? നിങ്ങൾ അവിടെയും ഇവിടെയും തൊടാത്ത പ്രസ്താവനകളിലും തിരുത്തിയും വെട്ടിയും പറയുന്ന സൗണ്ട് ബൈറ്റുകളിലും മാത്രം ചുരുക്കുന്നു. ഞങ്ങളുടെ പ്രൊട്ടസ്റ്റ് വളരെ സ്ട്രോങ് തന്നെയാണ് ഇവിടെ. ഒരിക്കലുമല്ല. ഞങ്ങളുടെ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആണ്, അത് സ്ട്രോങ് ആണ്.
വളരെ സ്ട്രോങ് ആണ്. ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണെന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നിങ്ങളുടെ അവൾക്കൊപ്പം എന്നുള്ള ഇൻസ്റ്റഗ്രാം സ്റ്റോറിയെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ വിസിബിൾ പ്രൊട്ടസ്റ്റ് എവിടെയാണ്? ഈ സർക്കാർ സ്ത്രീ സുരക്ഷയിൽ പരാജയപ്പെട്ടു എന്ന് നിങ്ങൾക്കൊരു ആക്ഷേപമുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്മേൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സമരമുണ്ടോ? നിങ്ങൾക്കൊരു അഗ്രസീവായിട്ടുള്ള സമീപനമുണ്ടോ? ഇല്ല. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്നുള്ളത് ഞാനിവിടെ ശ്രദ്ധിച്ചത് 2-3 പ്രാവശ്യം അത് ശ്രദ്ധിച്ചു. അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. വളരെ ക്ലിയർ ആയിട്ട് നിഷാദിന്റെ ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് 2-3 തവണ മനീഷയോട് ചോദിച്ചപ്പോഴും മനീഷ അതിനൊന്നും തൊടാതെ വിദഗ്ധമായി ഒഴിഞ്ഞു മാറിയത് ഞാനിവിടെ ശ്രദ്ധിച്ചു.